ഹലോ അസ്സലാമു അലൈക്കും. മോന് സ്കൂളില്ലാത്ത ഒരു ദിവസം എടുത്ത വീഡിയോയാണിത്. ഈ വീഡിയോയിൽ ക്ഷമിക്കുന്നവർക്ക് പടച്ച റബ്ബ് തരുന്ന പ്രതിഫലത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ കൂടി സപ്പോർട്ട് ചെയ്യുക. കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ വീടൊക്കെ അടിച്ചു വാരിയിട്ടതിന് ശേഷമാണ് കിച്ചണിലേക്ക് കയറിയത്. ഇവിടെ എൻ്റെ അനിയത്തി കൂടിയുണ്ട്. അപ്പോൾ അവളുടെ സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ തുണികളൊക്കെ കഴുകിയിട്ടതാണോ കഴുകാനുള്ളതാണോ എന്നൊന്നും ഒരു പിടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ എടുത്ത് വെച്ചു. ഇന്നിപ്പോൾ അടിച്ചു വാരി ഒതുക്കിപ്പറക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ. ഇന്നലെ വീടൊക്കെ തുടച്ചിട്ടതുകൊണ്ട് എന്ത് ജോലി ചെയ്യുമ്പോഴും മോനും കൂടി എന്നോടൊപ്പം സഹായിക്കും കേട്ടോ. അവനിന്നിപ്പോൾ മദ്രസയുണ്ട്. ഇനിയിപ്പോൾ മദ്രസയിൽ വിട്ടതിന് ശേഷം വേണം ബാക്കി ജോലികൾ ചെയ്യാൻ. നമ്മളിൽ പലരും ഇപ്പോൾ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൂടെ ആയിരിക്കുമല്ലേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ്. ക്ഷമിക്കുന്നവർക്ക് പടച്ച റബ്ബ് എണ്ണമറ്റ പ്രതിഫലമാണ് കരുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഖുർആനിൽ വരെ പറയുന്നുണ്ട് ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണെന്ന്. ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിച്ചത് പലതും ഈ ദുനിയാവിൽ തന്നെ കിട്ടണമെന്നില്ല. നമ്മൾ ഉള്ളതിൽ തൃപ്തരായിരിക്കുക. പടച്ചോനോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് പടച്ചോനോട് ആത്മാർത്ഥമായി തൗബ ചൊല്ലി മടങ്ങുക. പിന്നെ ഒരിക്കലും അതേ തെറ്റ് ചെയ്യാതിരിക്കുക. പടച്ച റബ്ബ് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ചെറിയ ചെറിയ പ്രതിസന്ധികൾ തരുന്നത് അത്രയും വലിയ അനുഗ്രഹങ്ങൾ തരാനാണെന്ന് മനസ്സിലാക്കുക. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വിധി തലവര എന്നൊക്കെ. വിധിയും തലവരയും ഒക്കെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതമാണ് ദുആ. എത്ര ദുആ ചെയ്തിട്ടും എൻ്റെ റബ്ബ് ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. ചിന്തിക്കുന്നവർ ഒന്ന് ആലോചിക്കുക. നമ്മുടെ റബ്ബ് നമുക്ക് ഹൈറല്ലാത്തത് ഒന്നും നൽകുകയില്ല. നമുക്ക് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നാളെ ഈ ലോകത്ത് അല്ലെങ്കിൽ പരലോകത്ത് അതിനുള്ള പ്രതിഫലം തരുക തന്നെ ചെയ്യും. നമ്മളെക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന റബ്ബിനറിയാം നമുക്ക് എന്താണിപ്പോൾ വേണ്ടതെന്ന്. കടം കൊണ്ടോ രോഗം കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ ഒക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ആ സമയത്ത് നമ്മുടെ അടുത്ത ആളുകൾ തന്നെ, നമ്മളെ അത്രയും മനസ്സിലാക്കിയവർ തന്നെ നമ്മളെ കളിയാക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. ആ സമയത്തൊക്കെ നമ്മൾ ഒന്ന് ചിന്തിക്കുക, ആ വലിയ ശക്തി എന്നെ കൈവിടില്ല എന്നത്. അള്ളാഹു നബിമാരെയും മഹദിമാരെയും സ്വഹാബികളെയും ഒക്കെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ബിലാൽ റളിയല്ലാഹു അൻഹുയുടെ ജീവിതം. ബിലാൽ റളിയല്ലാഹു അൻഹു ഇതൊക്കെ സഹിച്ചതും നമ്മുടെ റബ്ബിനു വേണ്ടിയായിരുന്നു. കാരണം ക്ഷമയുള്ളവരുടെ കൂടെയാകുന്നു അള്ളാഹു. ക്ഷമയെക്കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് വഴിയേ പറയാം. രാവിലത്തെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു. മോൻ്റെ കുറച്ച് ഡ്രസ്സുകൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നു. ഇന്ന് മീൻ കറി വെക്കണം, പിന്നെ ഒരു ഉടച്ചേറി വെക്കണം. ഇത് രണ്ടും മാത്രമേ വെക്കുന്നുള്ളൂ. ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അത് സമയമാകുമ്പോഴേ എടുക്കുള്ളൂ. മോൻ മദ്രസയിൽ നിന്ന് വരുന്ന മുമ്പ് തന്നെ ഏകദേശം എല്ലാ ജോലികളും ഒതുക്കി വെക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ അവൻ സ്കൂളിൽ പോകുന്ന ദിവസമാണെങ്കിൽ രാവിലെ 10 മണിക്കുള്ളിൽ തന്നെ എല്ലാ ജോലികളും തീർത്ത് വയ്ക്കാറാണ് പതിവ്. സ്കൂളില്ലാത്ത ദിവസം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. തേങ്ങ അരച്ച മീൻകറി അല്ല കേട്ടോ ഇന്നിപ്പോൾ വെക്കുന്നത്. മിക്ക ദിവസങ്ങളിലും മീൻ പുളിയും തേങ്ങ അരച്ച മീൻകറിയാണ് വെക്കാറുള്ളത്. ഇവിടെ മീൻ പുളി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ മീൻ പുളിയുടെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ചെറിയുള്ളിയും തക്കാളിയും മറ്റും മിക്സിയിൽ അടിച്ച ശേഷമാണ് ഇതുപോലെ വഴറ്റിയെടുക്കാറ്. നല്ല വഴണ്ടി എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷമാണ് പൊടികളൊക്കെ ചേർക്കാറുള്ളത്. ഉടച്ച കറിക്കുള്ള കായും ചേനയും ഒക്കെ ഉമ്മ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കായും ചേനയൊക്കെ വെന്തതിന് ശേഷമാണ് അരപ്പ് ചേർക്കാറ്. അരപ്പ് ചേർത്ത് ഒന്നുകൂടി ചൂടാക്കി എടുക്കും. അതിനുശേഷം കടു താളിച്ചൊഴിക്കുകയാണ് ചെയ്യാറ്. നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ഷമയെക്കുറിച്ചാണ്. നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഓർത്താൽ തന്നെ നമ്മുടെ ക്ഷമ അധികരിപ്പിക്കാൻ കഴിയും. ഈമാനിൻ്റെ പകുതിയാണെന്നല്ലേ പറയുന്നത് ക്ഷമ. അള്ളാഹുവിന് ക്ഷമാശീലരെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റോഡ് സൈഡിലൊക്കെ താമസിക്കുന്ന ചിലരില്ലേ, വസ്ത്രമോ പാർപ്പിടമോ നല്ല വിദ്യാഭ്യാസമോ ഒന്നും കിട്ടാതെ എത്രയോ സന്തോഷമായിട്ടാണ് അവരൊക്കെ ജീവിക്കുന്നത്. ഒരു പക്ഷേ അവരുടെ ഉള്ളിലൊക്കെ ഒത്തിരി സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ കാണുമായിരിക്കും. അവരോടൊക്കെ പടച്ചോന് സ്നേഹമില്ലാഞ്ഞിട്ടാണോ അങ്ങനെ ആക്കിയത്? അല്ല, അവരെയൊക്കെ പടച്ചോൻ പരീക്ഷിക്കുകയാണ്. കാരണം നാളെ പടച്ചോൻ സ്വർഗം കൊണ്ട് അവരെ സന്തോഷിപ്പിക്കും തീർച്ചയായും. ഒരിക്കലും ദുനിയാവിൻ്റെ സുഖ സൗകര്യങ്ങൾ കണ്ട് ആരും സന്തോഷിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്യരുത്. കാരണം ആഹിറമാണ് ശാശ്വതം.
ദുനിയാവിനേക്കാൾ ആഹിറമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആഹിറത്തിന് വേണ്ടി എല്ലാം ക്ഷമിക്കാൻ പഠിക്കണം. ഇൻഷാ അല്ലാ എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഏകദേശം ജോലികളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ട്, അതും കൂടി കഴുകി വെക്കണം. അപ്പോഴത്തേക്കും മദ്രസയിൽ പോയ ആൾ വന്നായിരുന്നു കേട്ടോ. അങ്ങനെ അവനുള്ള ജ്യൂസ് റെഡിയാക്കുകയാണ്. 2 നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് എടുത്തു. ഇത് മൊത്തം അവൻ കുടിക്കത്തൊന്നുമില്ല, വീട്ടിലുള്ള എല്ലാവർക്കും കൂടി ജ്യൂസ് അടിച്ചതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മോന് മേലൊക്കെ കഴുകി, ഞാൻ കുളിക്കാനൊക്കെ പോയായിരുന്നു. അത് കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉച്ചവരെയുള്ള എൻ്റെ വിശേഷങ്ങളാണ് ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണും വരേക്കും അസ്സലാമു അലൈക്കും.